ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മുടെ പാറക്കുട്ടിന് ഭയങ്കര വിഷമമുള്ളൊരു ദിവസമാണ് കേട്ടോ. ദേ ഈ മുറ്റത്ത് നിൽക്കുന്ന മാവ് കണ്ടോ, അത് മുറിക്കാനായിട്ട് കുറേ പണിക്കാർ വീട്ടിൽ വന്നു. അതോടുകൂടി നമ്മുടെ പാറക്കുട്ടൻ ദേ മുറി കയറി ഒരേ കരച്ചിൽ. എന്നിട്ട് പുറത്തേക്ക് കൈ ചൂണ്ടിയിട്ട് പറയാ, ദേ വുഡ് കട്ടേഴ്സ് വന്നേക്കണോ എൻ്റെ മരം മുറിക്കാനായിട്ടെന്ന്. ശരിക്കും ഞങ്ങൾക്കും വിഷമായി. അവൾ നാട്ടിൽ വന്നതിന് ശേഷം ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നത് ഈ ചെറിയ ഗാർഡനിലാണ്. അവിടുത്തെ മരങ്ങളും ചെടികളും എല്ലാം അവൾക്കതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. കരയണ്ട പാറക്കുട്ട എന്ന് ഞങ്ങൾ അവളോട് പറയുമ്പോൾ അവളുടെ മറുപടി ഇതായിരുന്നു, കരയണ്ടമ്മ. എൻ്റെ മരം തിരിച്ചു വേണമെന്നും പറഞ്ഞ് അവൾ ഒരേ കരച്ചിലായിരുന്നു. അതിനുശേഷം അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ പറഞ്ഞു, നമ്മുടെ വീടിൻ്റെ മേലേക്ക് അത് മറിഞ്ഞു വീഴും, അത് വീണ് കഴിഞ്ഞാൽ നമ്മുടെ ഓടെല്ലാം പൊട്ടിപ്പോകും, അതുകൊണ്ടാണെന്നും പിന്നെ അതിൻ്റെ കൊമ്പുകളെല്ലാം നമ്മൾ പണ്ടേ മുറിച്ച് കളഞ്ഞാണ്, അതിൻ്റെ അകത്ത് ഒരു ലീഫോ കൊമ്പോ ഒരു പക്ഷിക്കൂടോ ഒന്നും തന്നെയില്ല, അതുകൊണ്ട് അത് മുറിച്ച് കളഞ്ഞാലും ഒരു കുഴപ്പമില്ലായിരുന്നു. ഫൈനലി ഞങ്ങൾ അവൾക്ക് പ്രോമിസ് ചെയ്തു, അതുപോലത്തെ മരം ഇവിടെ നമ്മൾ വീണ്ടും വെച്ച് പിടിപ്പിച്ച് തരാമെന്ന്. പിന്നെ അവൾക്ക് കുറച്ച് നേരം മൊബൈൽ കൊടുത്തു, കാർട്ടൂൺസ് കണ്ടെങ്കിലും കരയാതിരിക്കട്ടെ എന്നോർത്ത്. എന്നാൽ ആ മരം മുറിക്കുന്ന സൗണ്ട് കേട്ടിട്ട് ദേ അവൾ വീണ്ടും ഒരേ കരച്ചിൽ തന്നെയായിരുന്നു. ഞങ്ങൾക്ക് ശരിക്കും സങ്കടം തോന്നി അവളുടെ കരച്ചിൽ കണ്ടു കഴിഞ്ഞപ്പോൾ. കുറച്ച് കഴിഞ്ഞ് വിഷമമെല്ലാം മാറിയതിന് ശേഷം നമ്മുടെ പാറക്കുട്ടൻ്റെ പുറത്ത് വന്ന് അവർ മരം മുറിക്കുന്നതും കയറ്റിക്കൊണ്ട് പോകുന്നതെല്ലാം നോക്കി നിൽക്കാനായിട്ട് തുടങ്ങി. ഇനി അവൾക്ക് പ്രോമിസ് ചെയ്തതുപോലെ ഒരു പ്ലാന്റ് നടാനായിട്ട് മേടിച്ചു കൊടുക്കണം. എന്തൊക്കെ പറഞ്ഞാലും ഇന്നത്തെ അവളുടെ കരച്ചിലും സങ്കടമെല്ലാം കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നി അവൾ എത്ര പാവാണെന്ന്.